ഇന്ത്യ ആര് ഭരിക്കുമെന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ഇന്ന് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും 20 മണ്ഡലങ്ങളിലും ഏറ്റവും കരുത്തുറ്റ സ്ഥാനാർത്ഥികളെ നിർത്തി എല്ലാ മുന്നണികളും അവരുടെ ജനാധിപത്യ ഉത്തരവാദിത്വം നിർവഹിച്ചിരിക്കുന്നു. ഇനി ഏത് പാർട്ടി, ഏത് വ്യക്തി, ഏത് രാഷ്ട്രീയം ഇന്ത്യയെ ഭരിക്കണം, ഇന്ത്യയിൽ ആരെ നിലനിർത്തണമെന്ന് പോളിംഗ് ബൂത്തിൽ നേരിട്ട് പോയി ജനം വിധി പറയുകയാണ്. ജനം വിധി എഴുതുകയാണ്. ഇന്ന് പോളിംഗ് ഡേ ആണ്. ഇന്ത്യ ആര് ഭരിക്കണം? സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ പറഞ്ഞിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. രാവിലെ 7 തന്നെ ഇത് ആരംഭിച്ചു കഴിഞ്ഞു. വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ്. കന്നി വോട്ടർമാർക്ക് ആദ്യം എങ്ങനെ വോട്ട് ചെയ്യണമെന്നുള്ളത് സിമ്പിളായി ചില സ്റ്റെപ്പുകൾ പറയുകയാണ്. വോട്ട് ചെയ്യാൻ യോഗ്യതയുള്ള വ്യക്തി പോളിംഗ് സ്റ്റേഷനിൽ എത്തുമ്പോൾ ആദ്യ പോളിംഗ് ഉദ്യോഗസ്ഥൻ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് പരിശോധിക്കുകയും നിങ്ങളുടെ ID പ്രൂഫ് പരിശോധിക്കുകയും ചെയ്യും. ഒരു വോട്ടർ ID കാർഡ് കൈവശം വയ്ക്കുക. നിങ്ങളുടെ വോട്ടർ ID കാർഡ് ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ട് എന്നുള്ളത് പരിശോധിക്കുക. എല്ലാ വിശദാംശങ്ങളും കൃത്യമാണെന്ന് ഉറപ്പാക്കുക. രണ്ടാമത്തെ പോളിംഗ് ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ വിരലിൽ മഷി പുരട്ടുകയും നിങ്ങൾക്ക് ഒരു സ്ലിപ്പ് നൽകുകയും ചെയ്യുന്നു. ഇത് ഒരു രജിസ്റ്ററിൽ നിങ്ങളുടെ ഒപ്പ് രേഖപ്പെടുത്താൻ നിർദ്ദേശിക്കും. അത് ചെയ്യുക. ഫോം 17A ആണ് ആ ഒരു ഫോമിൽ രേഖപ്പെടുത്തേണ്ടത്. ശേഷം മൂന്നാം പോളിംഗ് ഉദ്യോഗസ്ഥന്റെ അടുത്ത് സ്ലിപ്പ് നിക്ഷേപിക്കുക. നിങ്ങളുടെ മഷി പുരണ്ട വിരൽ കാണിച്ച പോളിംഗ് ബൂത്തിലേക്ക് പോവുക. നിങ്ങളുടെ വോട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് എതിർവശത്തുള്ള ബാലറ്റ് ബട്ടൺ അമർത്തി നിങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ സാധിക്കും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഒരു ബീപ്പ് ശബ്ദം നമ്മുടെ തെരഞ്ഞെടുപ്പിനെ സാധൂകരിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ സ്ഥിരീകരിക്കുന്ന തരത്തിൽ ഒരു ബീപ്പ് ശബ്ദം നമുക്ക് കേൾക്കും. ഇതിനുശേഷം നമ്മളുടെ VVPAT സ്ലിപ്പ് പരിശോധിക്കുക. അതായത് വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ മെഷീന്റെ സുതാര്യതയെ ഒരു വിൻഡോയിൽ ദൃശ്യമാകുന്ന ഒരു സ്ലിപ്പ് ഉണ്ട്, അത് പരിശോധിക്കുക. സീൽ ചെയ്ത VVPAT ബോക്സിൽ ഇടുന്നതിന് മുൻപ് സ്ലിപ്പ് സ്ഥാനാർത്ഥിയുടെ സീരിയൽ നമ്പർ, പേര്, ചിഹ്നം എന്നിവ 7 സെക്കൻഡ് പ്രദർശിപ്പിക്കും. അതാത് ഒരു സ്ഥാനാർത്ഥിക്ക് നിങ്ങൾ വോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥിയുടെ ഇത് അവിടെ ഉണ്ടോ എന്നുള്ളത് ഉറപ്പാക്കുക. അതിനുശേഷം ഇനിയിപ്പോൾ ഒരു സ്ഥാനാർത്ഥിക്കും നമുക്ക് വോട്ട് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അതിനാണ് നമ്മുടെ നോട്ട എന്നുള്ളത്. അതായത് നോട്ടയ്ക്കുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്, അത് നോക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ മുകളിൽ ഒന്നുമില്ല എന്ന ഓപ്ഷനാണ് ഈ നോട്ട എന്ന ഓപ്ഷൻ. ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. EVMലെ അവസാനത്തെ ബട്ടണാണിത്. ശരിയായി റീ രജിസ്ട്രേഷൻ ഉറപ്പാക്കുക. നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അത് ശരിയായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഏതെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ പ്രിസൈഡിംഗ് ഓഫീസർ അവിടെ തന്നെ ഉണ്ടാകും, അവരെ അറിയിക്കുക. ഇത്രയുമാണ് നമ്മൾ ഒരു കന്നി വോട്ടർ എന്ന നിലയിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. എന്തായാലും 2,77,49,159 വോട്ടർമാരാണ് ഇക്കുറി സംസ്ഥാനത്തുള്ളത്. ഇവരിൽ 1,43,33,499 പേർ സ്ത്രീകളാണ്. ആകെ വോട്ടർമാരിൽ 5,34,394 പേർ 18 മുതൽ 19 വയസ്സ് വരെയുള്ള പ്രായക്കാരായ കന്നി വോട്ടർമാരാണ്. അതുകൊണ്ടാണ് ആദ്യം അത് പറഞ്ഞത്. കൂടാതെ 2,64,232 പേർ ഭിന്നശേഷി വോട്ടർമാരാണ്. 367 ഭിന്നലിംഗ വോട്ടർമാരും ഇപ്പോൾ ഇത്തവണ സംസ്ഥാനത്തുണ്ട്. പ്രായ ലിംഗഭേദമന്യേ മുഴുവൻ വോട്ടർമാർക്കും സമ്മതിദാനാവകാശം വിനിയോഗിച്ച് രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാകണമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അഭ്യർത്ഥിച്ചത്. സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് ഇക്കുറി മത്സര രംഗത്തുള്ളത്. പോളിംഗ് ബൂത്തുകളിൽ സുഗമമായ വോട്ടെടുപ്പ് ഉറപ്പുവരുത്തുന്നതിനും വോട്ടെടുപ്പിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ സുരക്ഷിതമായി സ്ട്രോങ് റൂമുകളിൽ എത്തിച്ച് സൂക്ഷിക്കുന്നതിനും എല്ലാവിധ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 13,272 കേന്ദ്രങ്ങളിലായി ഒരുക്കിയ 25,231 ബൂത്തുകളിൽ വോട്ടെടുപ്പ് പ്രക്രിയകൾക്കായി 10,176 പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് വിനിയോഗിച്ചിട്ടുള്ളത്. ഒരു ബൂത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ അടക്കം 4 ഉദ്യോഗസ്ഥരാണ് വോട്ടെടുപ്പ് പ്രക്രിയ നിയന്ത്രിക്കുക. സ്ത്രീകൾ മാത്രം നിയന്ത്രിക്കുന്ന 437 ബൂത്തുകളും 30 വയസ്സിൽ താഴെയുള്ള യുവജനങ്ങൾ നിയന്ത്രിക്കുന്ന 31 ബൂത്തുകളും ഭിന്നശേഷിയുള്ള ജീവനക്കാർ നിയന്ത്രിക്കുന്ന 6 ബൂത്തുകളും സംസ്ഥാനത്തുണ്ട്. കൂടാതെ 316 എത്നിക് പോളിംഗ് ബൂത്തുകളും 131 തീം അടിസ്ഥാനമാക്കിയുള്ള ബൂത്തുകളുമുണ്ട്. ഭിന്നശേഷി വോട്ടർമാർക്കായി ബൂത്തുകളിൽ റാമ്പും വീൽചെയറുകളും സജ്ജമാക്കിയിട്ടുണ്ട്. കാഴ്ച പരിമിതിയുള്ളവർക്കായി ബ്രെയിൽ ലിപിയുമായി ബന്ധപ്പെട്ട വോട്ടിംഗ് യന്ത്രങ്ങളും എത്തിച്ചിട്ടുണ്ട്. ഭിന്നശേഷി വോട്ടർമാർക്കും മുതിർന്ന പൗരന്മാർക്കും ബൂത്തുകളിൽ പ്രത്യേക
ക്യൂ സൗകര്യം ഉണ്ടാകും. കൂടാതെ ആംഗ്യ ഭാഷാ സൗകര്യം, ഭിന്നശേഷി വോട്ടർമാർക്ക് യാത്രാ സൗകര്യം എന്നിവയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഉപയോഗിക്കുന്നത് 30,238 ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളാണ്. ഏതെങ്കിലും യന്ത്രങ്ങൾക്ക് പ്രവർത്തന തകരാർ സംഭവിച്ചാൽ പകരം അതാത് സെക്ടർ ഓഫീസർ വഴി റിസർവ് മെഷീനുകൾ എത്തിക്കും. പ്രാഥമിക പരിശോധന 3 ഘട്ടമായാണ് നടത്തുക. റാൻഡമൈസേഷൻ, മോക്ക് പോളിംഗ് എന്നിവ പൂർത്തിയാക്കിയ കുറ്റമറ്റതാണെന്ന് ഉറപ്പാക്കിയിട്ടാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ പോളിംഗ് ബൂത്തുകളിൽ എത്തിച്ചിട്ടുള്ളത്. വീണ്ടും ഇന്ന് രാവിലെ 6-ന് പോളിംഗ് ബൂത്തുകളിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ വീണ്ടും മോക്ക് പോൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. യന്ത്രങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കിയ ശേഷമാണ് വീണ്ടും വോട്ടെടുപ്പ് ആരംഭിച്ചത്. പോളിംഗ് ബൂത്തുകൾ, വിതരണ കേന്ദ്രങ്ങൾ, സ്ട്രോങ് റൂമുകൾ എന്നിവയിൽ സുരക്ഷിതമായ സൗകര്യങ്ങൾ ഒരുക്കാനും സുഗമമായ വോട്ടിംഗ് പ്രക്രിയ ഉറപ്പുവരുത്താനുമായി 66,303 സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ മൂലം തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടാതിരിക്കാൻ ദ്രുത കർമ്മസേനയെയും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വിന്യസിച്ചിട്ടുണ്ട്. മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ വോട്ടർമാർക്ക് ഭയരഹിതമായി വോട്ട് രേഖപ്പെടുത്താൻ കേന്ദ്ര സേനയെ ഉൾപ്പെടുത്തി പ്രത്യേക സുരക്ഷാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യവും സുതാര്യവുമായ വോട്ടെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന് സംസ്ഥാനത്തെ 8 ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളും ബാക്കി 6 ജില്ലകളിലെ 75% ബൂത്തുകളിലും തത്സമയ നിരീക്ഷണത്തിന് വെബ് കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം എന്നീ ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലുമാണ് തത്സമയ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നിലധികം ബൂത്തുകളുള്ള വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിനും ബൂത്തുകൾക്ക് പുറത്തുനിന്നും ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ബൂത്ത് പിടുത്തം, പണവിതരണം, കള്ളവോട്ട് ചെയ്യൽ തുടങ്ങിയവ തടഞ്ഞ് സുതാര്യമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനാണ് വെബ് കാസ്റ്റിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചിരിക്കുന്നത്. പ്രശ്നബാധിത ബൂത്തുകളിലും വെബ് കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലും 20 ലോക്സഭാ മണ്ഡലങ്ങളിലും RMOമാരുടെ കീഴിലും സജ്ജമാക്കിയിട്ടുള്ള കൺട്രോൾ റൂമുകളിലും വെബ് കാസ്റ്റിംഗ് ദൃശ്യങ്ങൾ തത്സമയം നിരീക്ഷിക്കുന്നുണ്ട്. സ്ട്രോങ് റൂമുകളിലും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും ഇതേ രീതിയിൽ നിരീക്ഷണ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷത്തോടെ, നല്ല ആത്മവിശ്വാസത്തോടെ ഇന്ത്യ ഇനി ആര് ഭരിക്കണം എന്നുള്ളത് അത്രയും കോൺഫിഡൻസോടെ ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ വിലയിരുത്തി തന്നെ ബുദ്ധിപൂർവ്വം സാമർഥ്യത്തോടെ ചെന്ന് വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഈ രാവിലെ, ഈ പുലർച്ചയിൽ പറയാനുള്ളത്.